തമ്മിലായിട്ട് വെച്ചാലോ? കമ്മിയർ കണ്ടോ. സോ ഗൈസ് അഗെയിൻ ഇന്നത്തെ വീഡിയോ ഒരു ഹോം ടൂറാണ്. ഹോം ടൂർ അല്ല, ഗാർഡൻ ടൂർ എന്നാണ് ഇവിടെ. ഓക്കെ, ഹോം അല്ല, ഗാർഡൻ. സോ നമ്മുടെ വീടെന്ന് പറയുന്നത് റോഡ് സൈഡാണ്. ഓക്കെ, മുറ്റമൊന്നുമില്ല. ഈ സിറ്റൗട്ട് എന്ന് പറയുന്നത് ഇതൊരു സിറ്റൗട്ടാണ്. ഞാൻ എൻ്റെ മാരേജ് ടൈമിൽ എക്സ്റ്റെൻഡ് ചെയ്ത്, നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല, അതിന് ഈ ഒരു ലെവലിലേക്ക് ആക്കിയെടുത്തതാണ്. ഓക്കെ, അപ്പം വളരെ പരിമിതമായുള്ള സ്ഥലം ഉള്ള ആളുകൾക്കും ഇത് വേണമെങ്കിൽ ഒരു മാതൃകയാക്കി ഇതുപോലെയൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കല്യാണത്തിന് മുൻപ് തന്നെ ഈ സിറ്റൗട്ടെല്ലാം സെറ്റ് ചെയ്യുമ്പം തന്നെ എനിക്ക് ഇങ്ങനെ പ്ലാൻസ് വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാൻ അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മുകളിൽ ഷീറ്റ് ഇടണം, ഷീറ്റ് ഇതുവരെ ഇട്ടിട്ടില്ല. അത് വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം എനിക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വൈഫ് ആഫ്റ്റർ മാരേജ് പുള്ളിക്കാരിയും ഇതിലെല്ലാം വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് ശരിക്കും സാക്ഷാത്കാരമായത്. ഓക്കെ, പുള്ളിക്കാരിയും കൂടെ ഇൻട്രസ്റ്റ് കാണിച്ചതോടുകൂടെ പുള്ളിക്കാരിക്ക് ഇതെല്ലാത്തിൻ്റെയും പേര് അറിയാം. എനിക്ക് ഇതിലൊരു 10% ചെടിയുടെ പേര് പോലും അറിയില്ല, പുള്ളിക്കാരിക്ക് എല്ലാം അറിയാം. കാരണം അത്ര ഇൻട്രസ്റ്റ് ആണ് പുള്ളിക്കാരിക്ക്. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നത്. ഇതുണ്ട്, ഇതൊരു കാക്ടസ് പ്ലാന്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 90% ചെടികളും നമ്മുടെ തന്നെ റിലേറ്റീവ്സിൻ്റെ വീടുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ചെടികൾ അധികം പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇതെല്ലാം ഉമ്മയുടെ ഫ്രണ്ട്സ് ആരൊക്കെ കൊണ്ട് കൊടുത്ത ചെടികളാണ്. പിന്നെ ഒട്ടുമിക്കതും റിലേറ്റീവ്സിൻ്റെ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 10% ചെടികൾ മാത്രമാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 90%ഉം ഇവിടെ ഇല്ലതാണ്. കാരണം അതെല്ലാം അവർ തന്നൊരു എന്താ പറയുക, ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേനും അത് വാടിക്കരുന്നില്ലാതായി. അങ്ങനെയാണ്. അപ്പം ഈ ചെടികളെല്ലാം ഇതെല്ലാം കളക്ട് ചെയ്തിട്ടുള്ളതാണ് പല വീടുകളിൽ നിന്ന്. ഐ മീൻ റിലേറ്റീവ്സിൻ്റെ വീടുകളിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ നമുക്ക് പരിചയമില്ലാത്ത അവിടെ നിന്ന് ചോദിച്ച് വാങ്ങിച്ചിട്ടൊക്കെ ഉള്ള കുറച്ച് 1-2 ചെടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ പോയി ചോദിച്ച് മേടിച്ചിട്ട് പരിചയം എന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ്, ആ വീട്ടിലെ ഗൃഹനാഥനെ എനിക്ക് പരിചയമുണ്ട്. അപ്പം പുള്ളിക്കാരനോട് പറഞ്ഞു. അപ്പം വൈഫിനോട് വിളിച്ച് പറയാൻ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ചെടിയാണ് ഈ കാറ്റ്സ് ക്ലൗ. ഓക്കെ, വളരെ ചെറിയൊരു കമ്പൗണ്ട് വെച്ചിട്ട് ഇത്രയും ആയതാണ്. ഇതിൻ്റെ ഇനിയും 1, 2, 3 ചെടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണിത്, 3 കൊണ്ടുവന്ന് വെച്ചതിൽ. അപ്പം ഇത് വളരെ ചെറിയ കുഞ്ഞു ഇലകളാണ്. അതേസമയം ഞാൻ നഴ്സറി എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത്, ഇത് വാങ്ങിച്ചിട്ട് നിയർലി ഇപ്പോൾ ഒരു കഴിഞ്ഞ മഴ സീസണിൽ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് നിയർ 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 to 8 months ആവും. അപ്പോൾ ഈ ചെടിക്ക് ഇതും നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇത് കുഞ്ഞു ഇലകളാണ്, ഇത് വലിയ ഇലകളാണ്. ഇത് ഡാർക്ക് ഗ്രീനാണ്, ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ അതെന്താ ഡിഫറൻസ് ഒന്നും എനിക്കറിയില്ല. ഇനി ചെടികളിൽ ഇപ്പം വെറൈറ്റീസ് ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. അതേപോലെ ഇതൊരു മണി പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റാണ്. എനിക്ക് എക്സാക്റ്റായിട്ട് പേര് അറിയില്ല, പക്ഷേ എൻ്റെ വൈഫാണെങ്കിൽ കൃത്യമായി പറഞ്ഞുതരും. ഓക്കെ, പിന്നെ ഇത് ജേഡ് ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വലിയ പ്ലാന്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഇപ്പം മഴക്കാലത്താണ് നമുക്കിതൊക്കെ എന്താ പറയുക പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ പരിപാടി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം പേരെൻ്റെ നാവിനകത്തുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇതിന്നിപ്പോൾ ഒരു 2-3 ഞാൻ പറിച്ച് എൻ്റെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മാത്രമല്ല അങ്ങോട്ട് കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെ ഈ ഒരു പ്ലാന്റിന് മാത്രം 3 ചെടികൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇതിപ്പോൾ ഇനിയും ഒരു 3 പ്ലാന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാനായിട്ട് ഇത് മൊത്തം റൂട്ട്, ഞാൻ അന്ന് ഇത് എടുക്കുമ്പോൾ തന്നെ ഇത് ഫുള്ള് റൂട്ട് ബൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂട്ട് ഫുള്ള് ഉണ്ടാവും. അപ്പോൾ കുറച്ച് വലിയ പ്ലാന്റിലേക്ക് മാറ്റണം. സ്നേക്ക് പ്ലാന്റ് വീണ്ടും ഉണ്ട്. ഓക്കെ, ഇതാണ് ഫ്രണ്ട് എൻട്രൻസ്. ഈ ചെടികളെല്ലാം ഇതിൽ ഈ മുള്ളു പോലെയുള്ള ചെടി, അതിനകത്തത് നല്ല ഫ്ലവേഴ്സൊക്കെ വരും. ഇത് വന്നിട്ട് എൻ്റെ വൈഫിൻ്റെ മദർ കൊണ്ട് തന്നാണ്. മദർ സ്കൂളിൽ HM ആയിരുന്നു. അപ്പം പുള്ളിക്കാരി ഇതുപോലെ ഗാർഡനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സ്കൂളിലെ തന്നെ വേറെ ഏതോ മാഷിൻ്റെ അടുത്തോ പ്യൂണിൻ്റെ അടുത്തോ പറഞ്ഞ് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്ന കൂട്ടത്തിൽ വന്നതാണ്. വേറെയും കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പ്രത്യേകം ഓർമ്മയുള്ളത് ഇതാണ്. ഇത് സ്നേക്ക് പ്ലാന്റ്. അഗെയിൻ അതിനകത്തൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് പറഞ്ഞു കിടക്കുന്നുണ്ട്. പറിച്ച് കളഞ്ഞാണ്, അത് വാടിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്, പക്ഷെ അത് പോയി. അതേപോലെ ഇത് അഡനിയത്തിൻ്റെ കൊമ്പ് വെച്ചതാണ് ഈ വലുത് കേട്ടോ. ബാക്കിയെല്ലാം പ്ലാന്റ്സ് വിത്ത് പാകി മുളപ്പിച്ചതാണ്. ഈ താഴെ കിടക്കുന്ന 3 ഇത് കൊമ്പാണ്, അത് 2 വിത്ത് പാകി മുളപ്പിച്ചതാണ്.
പിന്നെ എഗെയിൻ ലൈക്ക് ഇത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തതാണ്, അവൻ തന്നതാണ്. ഒരു കാറ്റസ് പ്ലാന്റ് ആണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ മഴക്കാലമായതുകൊണ്ട് നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ഇത്രയും പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇവിടെ നമ്മൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വേനൽക്ക് അധികം എന്താ പറയുക പച്ചപ്പില്ലാതെ നിന്നാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയി, ആ ക്ലൈമറ്റിൻ്റെ ചേഞ്ചിൽ ഇതുണ്ടോ നല്ല ഗ്രീനിഷായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ അങ്ങനെയാണ് കേട്ടോ, ഇതിൻ്റെ തണ്ടിൻ്റെ കളർ അങ്ങനെയാണ്, ഉണങ്ങിയതല്ല. അപ്പം ഇത് 10 മണിയുടെ ഒരു വെറൈറ്റി, 10 മണിയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിൻ്റെ പേരുകളൊന്നും അറിയാം, എനിക്കിത് വളർത്താൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇതിൻ്റെ പേരൊക്കെ പഠിച്ച് വയ്ക്കുക, ഓർത്ത് വയ്ക്കുക. ഇത് 10 മണിയാണ് കേട്ടോ, 8 മണി 10 മണി അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇത് അയ്യോ ഇതിൻ്റെ പേരും ഞാൻ മറന്നുപോയി. ഇത് വളരെ സുലഭമായി കിട്ടുന്ന, വളരെ അടിപൊളിയായിട്ട് വളരുന്നതാണ്. ഞാൻ ജസ്റ്റ് മാറ്റി വെച്ചതേ ഉള്ളൂ, അതൊക്കെ വരുന്നതേ ഉള്ളൂ, ഇപ്പോൾ മാറ്റി വെച്ചതാണ്, വരുന്നതേ ഉള്ളൂ. പിന്നെ ഈ പ്ലാന്റിൻ്റെ പേരും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വളരെ തളിരിട്ട് അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. പറഞ്ഞില്ല, ഇത് നമ്മുടെ റോഡ് സൈഡാണ് വീട്, അപ്പം മുറ്റമില്ല. പിന്നെ ഇതിവിടെ ഫ്രണ്ടിൽ കുറച്ച് ചെടികൾ ഇരിക്കുന്നുണ്ട്. എഗെയിൻ കുറച്ച് വിത്ത് ഭാഗി മുളപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡനിയം പ്ലാന്റ്സിൻ്റെ ബാക്കിയാണ് അവിടെ ഇരിക്കുന്നത്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള, നഴ്സറി എന്നല്ല, ഇവിടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ 4 ചെടികൾ ഇത്രയും വലുതുണ്ടോ, ഇത് വളരെ കുഞ്ഞൊരു തൈ കൊണ്ടുവച്ചതാണ്. എഗെയിൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷെ ഇത്രയും അടിപൊളിയായി. ഇതിപ്പോൾ ഒരു വർഷമല്ല, ഇത് ഈ ഗാർഡൻ തുടങ്ങുന്നതിന് മുൻപ് 1.5 വർഷത്തെ പ്രായമുണ്ട് ഇതിന്. ഗാർഡൻ തുടങ്ങുന്ന ആ ടൈമിൽ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ചെടികളാണ്. എഗെയിൻ ഇവിടെ ഒരു അടനിയുണ്ട്, ഇത് പ്രൂൺ ചെയ്ത് കളയാനുള്ള ടൈം വൈകി, അതുകൊണ്ട് കയറിട്ട് കെട്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെ 3 ഭാഗത്തേക്ക് ഇങ്ങനെ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് പ്രൂൺ ചെയ്യണം, കട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഇവിടെയും കുറച്ചുകൂടെ ചെടികളുണ്ട് കണ്ടോ, എൻ്റെ വണ്ടി. ഓക്കെ, സോ ഇവിടെ 2 റോസ് ചെടികളുണ്ട്. എഗെയിൻ ഇത് അവിടെ മുകളിൽ ഫ്രണ്ടിൽ കണ്ട അതേ ചെടികളാണ്. എൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ റോസൊക്കെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വേറെയും കുറച്ച് ചെടികളുണ്ട്. ഇതും റോസ് കൊമ്പ് വെച്ചിരിക്കുന്നത്. ഇത് ഡാലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഓർക്കുന്നില്ല പേര്. ഓക്കെ, പിന്നെ ഞാനിതിപ്പോൾ കുറച്ച് പനിക്കൂർക്ക എന്നൊക്കെ പറയും, അങ്ങനെ ഒരു സാധനം കൊണ്ടുവച്ചതാണ്. തണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. വരുമോയെന്ന് അറിയില്ല, കാരണം ഈ ചെടികൾ കൊണ്ടുവന്നിട്ട് 2 ദിവസം വെറുതെ വെച്ച് കുറേ ഇതുണ്ട്, ഇലയൊക്കെ അളിഞ്ഞു തുടങ്ങി. അപ്പോഴാണ് എനിക്ക് വയ്ക്കാൻ സമയം കിട്ടി, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ വരുമോ ഇല്ലയോ എന്നറിയില്ല. ലെറ്റ്സ് സീ. പിന്നെ ഇവിടെയും കുറച്ച് ചെടികളുണ്ട്. ഡാലിയ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ചെടിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്തുണ്ടോ, ഒരു പലകയായിട്ട്, ഇതല്ല, ഇത് വേറെയാണ്. പുറകിലെ പലകയെല്ലാം വെച്ച് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെയാണ് നമ്മുടെ ഫിഷ് ടാങ്ക് വരുന്നത്. ഇതൊരു നമ്മൾ മുൻപ് ടെറസിന് മണ്ടയ്ക്ക് കിട്ടുന്ന വാട്ടർ ടാങ്ക് ആയിരുന്നു. അത് കട്ട് ചെയ്ത്, അത് കേട് വന്നപ്പം അത് കട്ട് ചെയ്ത് ഇങ്ങനെ ഫിഷ് ടാങ്കാക്കി വെച്ചാൽ ഫീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെടിയുടെ അടിയിലായതുകൊണ്ട് ഒരു കഴിച്ച് മതിയായിട്ടിരിക്കണം. കുറച്ച് അധികം ഇട്ടുപോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അധികം ഇടാൻ പാടില്ല ആക്ച്വലി. ഇതിനകത്ത് കുറേ മീനുകളുണ്ട്. ഗപ്പീസ് ഉണ്ട്, മോളീസ് ഉണ്ട്, ടെട്ര ഉണ്ട്. ഇതിനകത്തൊരു ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ, വൈറ്റ് കളർ. യെസ്, വൈറ്റ് ആമ്പൽ. എവിടെയും കുറച്ച് ചെടികളുണ്ട്. മഴക്കാലമായപ്പോൾ ഇവിടെ ആയിരുന്നു, വേനൽക്കാലത്ത് ഇവിടെ ആയിരുന്നു ഫുള്ള് ചെടികളും പുറകിലൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ മഴയായപ്പം എടുത്ത് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുള്ളതാണ്. ഇതുണ്ടോ, ഇവിടെയും കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് ഞാൻ ഫ്രണ്ടിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് വളരെ തിക്കായിട്ട് വളർന്നു വന്നിട്ടുള്ളതാണ്. ഇതിവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. എഗെയിൻ എനിക്ക് പേര് അറിഞ്ഞൂടാ. സോ ഇതാണ് ഗാർഡൻ വിശേഷങ്ങൾ. ഇനി അകത്തൊരു അക്വേറിയം കൂടെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇവിടെ അലങ്കോലമായിട്ട് കിടക്കുന്നത്, ക്ലീൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ടില്ല. ഇനി അകത്ത് കുഞ്ഞ് അക്വേറിയം കൂടെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തന്നാൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സോ വീടിനകത്ത് ഇവിടെ 1-2 സ്നേക്ക് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് അക്വേറിയം ഇരിക്കുന്നത്. ഐ മീൻ TV യൂണിറ്റിൻ്റെ തൊട്ട് താഴെയാണ് അക്വേറിയം ഇരിക്കുന്നത്. കുറച്ച് മീനേ ഉള്ളൂ. ഇത് ഫുള്ള്
എനിക്ക് ഡൗട്ട് ഇതാണോ ടെട്ര. ഇനി ഞാൻ അവിടെ കാണിച്ച ടെട്ര ഞാൻ പറയില്ല, ഈ പേരൊന്നും ഞാൻ ഓർത്ത് വയ്ക്കാത്തതുകൊണ്ട്. ഈ കല്ലുകൾക്കൊരു കഥയുണ്ട്. ഞാൻ ദുബായ് നീട്ടി കൊണ്ടുവന്നിട്ടുള്ള കല്ലുകളാണ്. എയർപോർട്ടിൽ ഒരു 1.5 മണിക്കൂർ അത് കാരണം അവർ ഞങ്ങളെ പിടിച്ചു നിർത്തി. കാര്യം എല്ലാ ലഗേജും വന്നു, ഒരു പെട്ടി മാത്രം വരുന്നില്ല ഈ കല്ലുകൾ കയറ്റി. കാര്യം ഇത് കുഞ്ഞു ബോക്സും ഒരു 10-12 കിലോ വെയിറ്റും ഉണ്ട്. കുഞ്ഞു ബോക്സും ഒരു 10-12 കിലോ വെയിറ്റും ഉള്ള ഇതായിരുന്നു. അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഈ കൺവെയർ ബെൽറ്റിലൂടെ ലഗേജ് വരുന്നില്ല. അവസാനം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഒരു എയർ ഹോസ്റ്റസ് പോലെ ഒരു ഡ്രസ്സിങ് ചെയ്തിട്ടുള്ള എയർ ഹോസ്റ്റസ് ആണോ ക്യാബിൻ ക്രൂ എന്താ പറയുക എയർപോർട്ട് സ്റ്റാഫാണോ എന്നറിയില്ല, അവർ തള്ളിക്കൊണ്ടുവന്നു. ഞങ്ങളും വേറെ കുറച്ച് പേരുടെ ഇതേപോലെ സംശയമുള്ള കുറച്ച് പെട്ടികൾ അവർ കസ്റ്റംസ് ചെക്ക് ചെയ്ത ശേഷം കൊണ്ടു തന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള കല്ലുകളാണ് ഇത്. എഗെയിൻ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. എഗെയിൻ അവർ ഗാർഡൻ. ഇതാണ് ഇവിടെ നിന്നൊരു ലോങ് സൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. നമുക്കിതൊരു സ്നാപ്പ് എടുത്തിട്ട് തംബ്നെയിലായിട്ട് വെക്കാം അല്ലേ? ഇങ്ങനെ തംബ്നെയിലായിട്ട് വെച്ചാലോ? യെസ്, ഓക്കെ. ബൈ ഗൈസ്. ഒരു കാര്യം കൂടെ കാണിച്ചു തരാൻ ഉണ്ട്. മുകളിൽ കുറച്ച് ആളുകൾ വസിക്കുന്നുണ്ട്. അതിനെയും കൂടെ കാണിച്ചു തരാം. ഒന്നുമല്ല, അവിടെ ഒരു കുഞ്ഞ് ഏവിയറിയാണ്. ഏവിയറി എന്ന് പറയുമ്പം അതിനകത്ത് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വരും, പോണ്ടൊക്കെ വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് നോ, ദിസ് ഈസ് ഏവിയറി. കിളിക്കൂടും കണ്ടോ. അതിനകത്ത് കുറേ ആളുകളുണ്ട്. അത്യാവശ്യം ഒരു 6 പേര് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, ഒരു 4 പേര് ഫിഞ്ചസിനെ സെപ്പറേറ്റാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത്. അല്ലെങ്കിൽ ഈ വലിയ കിളികൾ അവരെ കൊത്തിക്കൊല്ലും. പിന്നെ ഒരു 3 പേര് കൊന്നൂറുണ്ട്, കോക്ടെയിലുണ്ട്. കൊന്നൂറിനെ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, സൺ കൊന്നൂർ. ഇവരൊരു പേരേ ഉള്ളൂ. ഇവർ കുറച്ച് വില്ലന്മാരാണ്. അതുകൊണ്ട് ആ ഫിഞ്ചസ് അല്ല, ലവ് ബേർഡ്സിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ, കോക്ടെയിലിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ ഇവർ കൊത്തിക്കൊന്നു. സോ ഇവരെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടു. Come here. കണ്ട എന്തോ തിന്നാനാണെന്നൊക്കെ പറഞ്ഞിട്ടായി നോക്കുന്നത്. Come on, come here. What do you want? അവിടെ ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഏവിയർക്കകത്ത് ഞാനിങ്ങൊന്ന് കയറാം. ഞാൻ കുറച്ച് ഇല അവർക്ക് കൊണ്ട് കൊടുത്തതാണ്. ഇതൊരു മെഡിസിനാണ്, പനിക്കൂർക്ക, കണക്കൂർക്ക എന്നൊക്കെ പറയും. ഇതാണ് കോക്ടെയിൽ. ഓക്കെ, സോ ദീസ് ആർ കോക്ടെയിൽ. ഇതിൽ ഒരു പേരും ബാക്കിയെല്ലാം അതുകളുടെ കുഞ്ഞുങ്ങളാണ്. ഒറ്റ പേരിട്ടതാണ്. അത് മുട്ടയിട്ട് വിരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ഇതിൽ പാരൻസ് ആണ് ഇതും. ബാക്കി അതൊരു കുഞ്ഞാണ്. പിന്നെ അവിടെ ഒരു കുഞ്ഞുണ്ട്. പിന്നെ ഇനിയൊരു കുഞ്ഞും കൂടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അതാണ്ട് അവിടെ ഇരിക്കുന്നു. അതൊരു കുഞ്ഞാണ്. പിന്നെ കുറേ ലവ് ബേർഡ്സ് ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫിഞ്ചസ്. സോ ഇവരാണ് ഫിഞ്ചസ്, നോർമൽ ഫിഞ്ചസ് ആണ്. പിന്നെ ഇതാണ്ടോ ലവ് ബേർഡ്സ്. ഇതാണ്ട് ഇവിടെ മുട്ടയിട്ട് അതിൻ്റെ മേലെ മുട്ട വിരിക്കാനായിട്ട് അടിയിരിക്കുന്ന 2 കക്ഷികൾ ഇതിനകത്തുണ്ട്. ഇവിടെയും ഉണ്ട് ഒരാൾ. ഇവിടെയും പുതിയ മുട്ടകളൊക്കെ. ഇത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇതിനകത്തുള്ള ടൈമാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ ഇപ്പോഴാണ് കാണുന്നത്. ഇതാണ്ടോ, ഇതാണ് ഞങ്ങളുടെ ശിവാഞ്ചി മുല, അല്ലെങ്കിൽ യുവമാരൊക്കെ വന്നിരിക്കുന്ന ഒരു കോർണർ. ഇതാണ്ടോ, അവരാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. ആ മുകളിലിരിക്കുന്നവർ. നല്ല ബഹളം. ഇപ്പം ഞാൻ അകത്ത് കയറിയതിൻ്റെ ബഹളമാണ്. അത്രയും ടേംഡ് അല്ല കേട്ടോ ഇവരാരും. നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന കുറച്ച് കിളികൾ മാത്രമേ ഉള്ളൂ. ഒരു 3-4 കിളികൾ മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് അത്രയും സമയം കിട്ടി. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആഴ്ചയിൽ വന്നു പോകുന്നുണ്ട്. ഇവർക്ക് വരിക, ഫീഡ് വയ്ക്കുക, പോവുക, ആ ഒരു ഇൻട്രാക്ഷൻ മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇവരെ ഒന്ന് ഇണക്കിയെടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഇതൊക്കെ പുതിയതാണെന്ന് തോന്നുന്നത്. ഇയാളെന്ന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പുതിയ ആളാണെന്ന് തോന്നുന്നു. വിരിഞ്ഞിറങ്ങിയതായിരിക്കും. അത് വിരിഞ്ഞിറങ്ങിയതാണ്. സോ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും ഞാനിത് ഉൾക്കൊള്ളിക്കാൻ മറന്നുപോയി. നമ്മുടെ ഇത്രയും ആളുകൾ ഇവിടെ മുകളിലിരിക്കുമ്പോൾ ഇവരെ കൂടെ കാണിച്ചു തന്നില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ എഗെയിൻ
വന്ന് വീഡിയോ എടുത്തതാണ്. സോ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ ഗായ്സ്. ബൈ ബൈ.